സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുന്നു. വൈദ്യുതി സംബന്ധമായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും തങ്ങളെ ബന്ധപ്പെടാമെന്ന് KSEB. അതാണ് KSEB. ഞാനും KSEBയിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. വൈദ്യുതി പരമായ എന്തു പ്രശ്നമുണ്ടെങ്കിലും എന്നെയും ബന്ധപ്പെടാം. അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇതാരാ ഈ രാവിലെ തന്നെ വാതിക്ക കുട്ടണത്? ഒന്നും തുറന്നു കൊടുക്കാൻ ആരുമില്ലേ? ആരായി കൊട്ടണ രാവിലെ? അതാണ് ഞാനും ആലോചിക്കണത്. നിങ്ങക്കൊന്ന് തുറന്നുകൂടെ? ഇത്രയും ആൾക്കാരുണ്ടല്ലോ സീതേ, ഇതൊന്നും തുറന്നു കൊടുക്കാൻ ആരുമില്ലേ? നിങ്ങക്ക് തുറന്നുവിടാൻ ചോദിച്ചു 2-3 വട്ടമായില്ലേ അടിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇനി എഴുന്നേക്കണം, അവിടം വരെ നടക്കണം, അത് തുറക്കണം, അതൊക്കെ വലിയ പാടാ. പിന്നെ ബസ് കാത്തു നിന്ന് വണ്ടി കിട്ടിയിട്ട് വേണമല്ലോ അവിടെ വരെ എത്താൻ. ഒന്ന് എത്താത് ആരാണിത് വാതില് തല്ലിപ്പൊളിക്കണത്? അറിയില്ല മോളും. ബാ പറ നോക്കാം. ആരുമില്ലല്ലോ. അമ്മേ, ചെലപ്പോ ആ പിള്ളേര് എല്ലാം ആയിരിക്കും. ഏത് പിള്ളേര്? എന്നും ഇങ്ങോട്ട് സൈക്കിൾ ഓടിച്ചു വരാറുണ്ട്. എന്നിട്ട് കഥയെ വന്ന് തട്ടിട്ട് ഓടും. ഒരു ദിവസം ഞങ്ങൾ പിടിച്ചായിരുന്നു. ആണോ? ചെലപ്പോ അവരായിരിക്കും. ഇന്നലെ എന്തൊരു തട്ടായിരുന്നത്? ആരും ഇല്ല ചേട്ടാ, ഏതോ പിള്ളേർ ഇവിടെ സ്ഥിരം വന്ന് തട്ടാറുണ്ട്. ചുമ്മാ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. എന്താ ഇത്? ആരാന്നറിയില്ലടാ, കൊറേ നേരം കൊണ്ട് തട്ടുന്നുണ്ട്. ഇവള് പറഞ്ഞ ഏതോ പിള്ളേര് വന്ന് തട്ടാറുണ്ടെന്ന്. നോക്കില്ലേ? എടാ നോക്കിയപ്പോ ആരും ഇല്ല ഇവിടെ. ഏതോ പിള്ളേര് വന്ന് തട്ടുന്നെന്ന് പറഞ്ഞു. മറ്റേ ലവന്മാരാണോ? ആണെന്ന് തോന്നുന്നു. സൈക്കിൾ ഓടിച്ചോണ്ട് തേരാപ്പര അങ്ങോട്ടും ഇങ്ങോട്ടും പോണ. ഇതാ ചേട്ടാ പിള്ളേരാണത്. പിള്ളേരെ കൊണ്ട് അച്ഛമ്മയുടെ കല്ലുമ്മക്കായ സ്നേഹം കൊണ്ട് വിളിക്കണ പോലെ. എങ്ങനെ എന്റെ പൊന്ന് വന്നേ? മിണ്ടൂലേ? എങ്ങനെയായിട്ട് ഇവിടെ വന്നേ? നീ മംഗലാപുരത്ത് നിന്ന് ഒറ്റക്ക് വന്നതാണോ? അല്ലേടേ, നീ എന്തിനാണ് സർവേക്കല്ലിക്കണ? അച്ഛമ്മയുടെ പൊന്നിങ്ങ വന്നേടി. അതെന്താ അങ്ങനെ? ഇനി കല്ലു തന്നെ അല്ലേ? അത് പോയേ മോളെ. അച്ഛമ്മയുടെ ചുഞ്ഞരി വാവ എങ്ങനെയാ വന്നേ? താരം വന്നേക്കണേ നോക്ക്. അല്ലേ, ഇത് ആരായത്? എങ്ങനെ വന്നു? എപ്പോ വന്നു? ആരുടെ കൂടെ വന്നു? ഇതെന്തോന്ന്? അമ്മയും മോളും പരസ്പരം നോക്കി കളിക്കുന്ന. കല്ലുമ്മ, എങ്ങനെയാ വന്ന എന്റെ മക്കള്? നിന്നോട് തന്നെ അല്ലേടി ചോദിക്കുന്നേ. കല്ലുമോനെ, എങ്ങനെയാ വന്നേന്ന് പറ. കല്ലു, എപ്പടി വന്നേ നീ? കല്ലുമോളെ, എന്റെ ചുഞ്ചിരിപ്പൻ എങ്ങനെ വന്നേ? ആരും വിട്ടില്ല. ഞാൻ പോന്നു. മംഗലാപുരത്ത് നിന്ന് ഒറ്റയ്ക്ക് വന്നോ? ഒച്ചേ
കൂടുതൽ ഷോ കാണിച്ചാ വന്ന ട്രെയിനിൽ തിരിച്ചേറ്റി വിടും. അച്ഛനവിടെ അറിയൂടാ. പിന്നെ നിനക്ക് എന്താ അറിയാവുന്നേ? ഒന്നും അറിയില്ല. ആ വിശക്കുന്ന വല്ലതും കഴിക്കണ്ടാ? ആ കഴിക്കാനും കുടിക്കാനും ഇവിടെ ഒന്നുമില്ല. കല്ലു സാപ്പിടത്തേക്ക് വാമ ഞാൻ തരാം. ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ? ഇതെന്തോന്നു ഹോട്ടലാ? അച്ഛാ വേദനിക്കുന്നു. മിണ്ടരുത് നീ. ഒളിച്ചു നിന്നാ നിന്നെ കണ്ടുപിടിക്കില്ല ധരിച്ചടാ. ഇനി അച്ഛൻ ഒളിക്ക്, ഞാൻ കണ്ടു. ഇതാരൊക്കെയാണ്? സുഖല്ലേ? എത്ര ദിവസം ഞാൻ എല്ലാരും കണ്ടിട്ട്. എടാ ഈ ഡയലോഗ് ഞങ്ങളല്ലേ അങ്ങോട്ട് പറയേണ്ടത്. എന്ത് ഹലോ അറുസേ, സുഖല്ലേ? ഓൾ സെറ്റ്? അളിയാ കിഴങ്ങേ, ഓ പഴയ പോലെ കിഴങ്ങല്ലേ? ഓ തന്നെ പോലെ തന്നെ. നീ എന്ത് പോക്കാണ് ഇവിടുന്ന് പോയത്? നിനക്കൊന്ന് വിളിച്ചൂടെ സിദ്ധു? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളേ. നിങ്ങൾക്ക് എന്നെ വിളിക്കാമല്ലോ. ചോദിച്ചോട്ടെ. അടിക്കില്ലേ അമ്മ, ഞാനവിടെ തിരക്കായി പോയി. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് തിരക്ക്? ചുമ്മാ പറയണവൻ. ഒരു പോക്കങ്ങ് പോയാൽ പിന്നെ ഒരു വിവരം ഉണ്ടാവരുതട്ടാ. ഗൾഫിൽ വെച്ച് ഇവനെങ്ങനെ തന്നെയാണ്. ഇവന്റെ കൂട്ടുകാർക്കൊക്കെ ലീവ് കിട്ടും, ഇവന് മാത്രം ലീവ് കിട്ടൂല. ഫുഡ് റെഡിയാണ്, വിശക്കുന്നവർക്കൊക്കെ കഴിക്കാൻ വരാം. എനിക്ക് നല്ല വിശപ്പ്, ഞാൻ പോയി കഴിക്കാം. എഞ്ചി പൊന്നു വന്നി അളിയാ വാളിയാ. നമ്മുടെ മൂട്ട് സിദ്ധു സീതേ, സീതേ. ആടാ എല്ലാരും കൂടി അടുക്കളയിൽ എന്താ പരിപാടി? മോനെ ഊട്ടിക്കായിരിക്കും. പിന്നെ അതല്ലേ അവിടെ പണി. കൊച്ചു ഭക്ഷണം കഴിച്ചായിരുന്നോ? അതെ, അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അയ്യോ, നിന്റെ മോന്റെ കാര്യമല്ല, അവന്റെ കൊച്ചു ഭക്ഷണം കഴിച്ചായിരുന്നു. ആ കാന്താരിയാ, ആ അവക്ക് ഒരു ഭക്ഷണം വേണ്ട, നല്ല തല്ല കൊടുക്കേണ്ടത്. അവക്ക് ഐസ്ക്രീം മതി കേട്ടാ. ഞാൻ പോയി മേടിച്ചിട്ട് വരട്ടെ ഐസ്ക്രീം. നിങ്ങളിത് എവിടെയാ പോണത്? കൊച്ചു 4 വറ്റ് കഴിക്കട്ടെ, ഉടനെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോണു. കൊച്ചു എന്ത് ചോദിച്ചാലും ഉടനെ പാക്കറ്റ് ഫുഡും ഐസ്ക്രീമും എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തോ. ഓ സിദ്ധു തീടാ അടുക്കളയില് കഴിച്ചു കഴിഞ്ഞു. കഴിഞ്ഞാ? ഓ എന്നാ അവരിങ്ങോട്ട് വിളിച്ചിട്ടോ. അവരിങ്ങ് വിളിച്ചിട്ട് വാ. നോക്കി നിക്കാണ്ട് ചെല്ലി ചേച്ചു. അവനോട് ഒരുപാട് ചൂടായിട്ടൊന്നും സംസാരിക്കരുത് കേട്ടോ. എല്ലാവരും മയത്തിന് വേണം. ഞാനേ അവന്റെ അച്ഛനാണ്, അപ്പൊ എനിക്ക് അവനോട് ചൂടാവാം, സംസാരിക്കാം. എന്നാലും എല്ലാത്തിനും ഒരു മയം വേണ്ടേ? തീരെ വേണ്ട, എനിക്കറിയാം എങ്ങനെ വേണമെന്ന്. അമ്മ വേണ്ട വേണ്ടാന്ന് കരുതുമ്പോ മറ്റേ വേഷം കെട്ട് ഇത്തിരി കൂടുതലാണ്. ഇന്ന് വരട്ടെ. എന്താ വിളിപ്പിച്ചേ? അമ്മക്ക് എന്തോ പറയാനുണ്ട്, പറ. മോശമില്ലാത്ത പറഞ്ഞോണ്ടല്ലോ. നിങ്ങൾക്കല്ലേ എന്തോ കൊച്ചിനോട് പറഞ്ഞോണ്ടെന്ന് പറഞ്ഞത്? നീ പറഞ്ഞാ മതി, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ എന്താ പറയാനോ? പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞാലേ എന്റെ കയ്യിൽ നിൽക്കൂല. തുടങ്ങിയെങ്കിലും വെക്കും. അച്ഛാ, എന്തിനാ വിളിപ്പിച്ചേ? അയ്യോ, നിന്നെ ഒന്ന് അടിപൊളി കാണാൻ. അയ്യോ, ഇത് പ്രത്യേകിച്ച് കാണാനൊന്നും കുഴപ്പമെന്ന് വെച്ചോ. സംഭവം കുറച്ച് മെലിഞ്ഞു പോയി കേട്ടാ. അളേ പറഞ്ഞല്ലേ, അവിടെ കണ്ട് കഴിക്കാനൊന്നും കിട്ടിയില്ലയോ? എന്ത് പറയാനാടാ, മംഗലാപുരത്ത് മൊത്തം ഓട്ടോ വലിച്ചിലായിരുന്നേ. ഓട്ടോ ആ കൊച്ചിനെ കൊണ്ട് നീ ഇവിടുന്ന് ഒരു ഓട്ടോ ഓടിയിട്ട് എത്ര നാളാണ് അങ്ങോട്ട് പോയിട്ട്? ഞങ്ങളിവിടെ വന്നിട്ട് എത്ര ദിവസങ്ങളായെന്നറിയോ? നിനക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയോ? മിക്കവാറും നിങ്ങളിവിടെ വന്നു അറിഞ്ഞോണ്ടായിരിക്കും അളയൻ ഇങ്ങോട്ട് വരുന്നത്, അല്ലേ അളിയാ? അങ്ങനല്ല അളിയാ, എന്ത് ഓർത്താണോ പറഞ്ഞേ? എന്റെ അച്ഛനമ്മ ഇവിടെ വന്നത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ നിനക്ക് നിന്റെ ഭാര്യയെ കാണണ്ടേ? അച്ഛനും അമ്മ ഉള്ളോട്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. അയ്യ മയങ്ങല്ലേ നിന്നെ? കാര്യം ചോദിച്ചപ്പോ നിന്ന് ചിരിക്കണം. അയ്യോ അല്ലടാ, അച്ചാച്ചി അച്ഛയും കൂടി കളിച്ചതല്ലേ അല്ലടാ? അല്ല. എന്തുവാ അച്ഛാ, ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ കിടന്ന് ബഹളം വെക്കണേ? എന്നാലും ഞാൻ ആലോചിക്കുന്ന ഈ കുഞ്ഞ് ലച്ചുവിനെ കാണാതെ ഇത്രയും ദിവസം എങ്ങനെ നിന്നെന്നാ. അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അമ്മയെ കാണാതെ ഈ കൊച്ചു എങ്ങനെ നിന്നല്ലേ? മഹാ അത്ഭുതം. എവക്ക് അങ്ങനൊന്നുമില്ല, എവളാരെ കാണാതെ വേണമെങ്കിലും നിൽക്കും, അല്ലേടി? ലച്ചു, നിനക്ക് ഇവനോട് ചോദിക്കാനും പറയാനൊന്നുമില്ലേ? അതിനുള്ള സമയം നിങ്ങൾ കൊടുക്കണ്ടേ? കാര്യം
തലയിടല്ല. അച്ഛ തെന്നിയെങ്ങാനും വീണ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആശുപത്രി കൊണ്ടുപോണ്ടേ? നിങ്ങൾ എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തോന്നത്? പിന്നെ എനിക്ക് ഇവിടെ ആര് വന്നാലും പോയാലും നിന്നാലും നിന്നില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പിന്നെ ഇത്രയും വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ, ആരോടും ഒരു പരാതിയും കൊണ്ട് വന്നിട്ടില്ലല്ലോ. ഇനി അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ചേച്ചി, സീതാമ്മ സിദ്ധോളിനെ പഞ്ഞിക്കിടുന്നുണ്ട്. രക്ഷിക്കാൻ വേണ്ടി കേശവൻ ഇടയ്ക്ക് കയറി ഓരോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നുമില്ല. പാവം സിദ്ധോളി. ചേച്ചി, ഞാൻ പറയുന്നെല്ലാം കേൾക്കുന്നുണ്ടാ? ചേച്ചി, ചേച്ചി ഉള്ളി അരിയുന്നതിന്റെ ഇടയ്ക്ക് കരയാണോ അതോ കരയുന്നതിന്റെ ഇടയ്ക്ക് ഉള്ളി അരിയാണോ? മിണ്ടാതിറങ്ങി പോയോ കൊച്ചേ? ലച്ചു, നീ എന്തോ ഇങ്ങനെ ആരോടും മിണ്ടാതെ നിൽക്കുന്നേ? സിദ്ധു പോയതേ അവന്റെ പെങ്ങളുടെ അടുത്തോട്ടല്ലേ, വേറെ എങ്ങോട്ടും അല്ലല്ലോ. എന്നാലും ഇങ്ങനെ പോവാൻ പാടില്ല. എന്താ അച്ഛനവർ ശരിയാക്കുന്നുണ്ട്. പോയി രക്ഷിച്ചോണ്ട് വാ. എന്തിനി? എനിക്ക് വേണ്ട. എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. கல்லுமா அப்படி சொல்லக்கூடாது. அப்பாவையும் அம்மாவையும் வேணும் சொல்லணும். ആഹാ, അച്ഛന്റെ കൂടെ ഊര് കണ്ടാൻ പോയിട്ട് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും കേറി വന്നേക്കും ഡയലോഗും കൊണ്ട്. അല്ലു, ഇവിടെ നിന്നാ ശരിയാവില്ല. നമുക്ക് അങ്ങോട്ട് പോവാം. ബാ. അതാ നല്ലത്. ഇവിടെ നിന്നാലേ ഞാൻ വിലം വെച്ച് പറയും. லெச்சு, கொஞ்சம் பாசமா அவள்கிட்ட பேசலாம்ல? പാസമൊക്കെ ഉണ്ട്. പിന്നെ എന്റെ അടുത്ത് ആര് ചാട കാണിച്ചാലും ഞാനും തിരിച്ച് ചാട കാണിക്കും. അതിപ്പോ വലുതെന്നോ ചെറുതെന്നോ ഒന്നുമില്ല. ആന്റി, ഒരു കട്ടൻ ഇട്ടു. ഓ, அதுக்கு என்ன, இப்பவே போட்டு தரேன். മോനെ, അവിടെ അളിയനും പെങ്ങളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നേ? ഉമ്മ, അവരെല്ലാം സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ അവരെ കുറിച്ച് ഒത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവിടെ അടിപൊളിയായിരുന്നേ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞപ്പം അവളുടെ കണ്ണൊന്നും നിറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവിടെ എനിക്ക് ഇത്തിരി സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. ആന്റി, സവാള അരിഞ്ഞു കഴിഞ്ഞു. വേറെ എന്തെങ്കിലും അരിയാനുണ്ടോ? வேண்டாம் லெச்சு, மிச்சம் எல்லாம் நான் செய்யறேன். എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, സിദ്ധുവിനൊരു കട്ടൻ ചായ തിളപ്പിച്ചു കൊടുക്കും. അതിന് കയ്യാളുടെ ആവശ്യം എന്ത്? വേണമെങ്കിൽ വിളിച്ചോളും. அம்மா, நான் செஞ்சு கொடுக்கறேனே. അമ്മ, പിന്നെ അമ്മ കേക്കണം, അവിടെ പെങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, ഏത് നേരവും പെങ്ങളും അളിയനും എന്റെ പുറകെ തന്നെയാ. എന്തെങ്കിലും വേണോ, ഉച്ചയ്ക്കൊക്കെ കഴിക്കാതിരിക്കുമ്പോണ്ടല്ലോ 1 തവണയല്ല 2 തവണയല്ല 3 തവണയൊക്കെയാ ചോറ് വിളമ്പിത്തരുന്നത്. എന്താ ചെയ്യാ, ഞാൻ പിന്നെ ഇരുന്നങ്ങ് കഴിക്കും. സ്നേഹത്തോടെ വിളമ്പിത്തരുന്നല്ലേ. അവർക്ക് വഴക്ക് പറഞ്ഞ് മതിയായില്ലേ? എന്റെ പൊന്നെ അമ്മൂമ്മ, പെങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം പോയി നിൽക്കുന്ന ഇത്ര വലിയ തെറ്റാണോ? മോനെ, അതുകൊണ്ടല്ല, അവിടെ വീട് പണി നടക്കുമല്ലയോ. മോൻ അവിടെ അല്ലായിരുന്നോ? അപ്പം വരാത്തതിന്റെ ദേഷ്യം കൊണ്ട് പറഞ്ഞ കാര്യമാക്കണ്ട. கல்லு, அப்படி சொல்லக்கூடாது. நீங்க இங்க இல்லாதப்போ எப்பவுமே பேசுவாங்க அப்பாவை பத்தி. എന്നെ പറ്റി പറയാറില്ലേ? உன்னை பத்தி நிறைய சொல்லுவாங்க. അച്ഛാ, ചെന്ന് വഴക്കേക്ക്. ഓക്കെ, എനിക്ക് ഞാൻ വഴക്കിട്ട് വരാവേ. சிது, டீ குடிக்க வேண்டாமா? വഴക്ക് കേട്ടിട്ട് വന്നിട്ട് കുടിക്കാം. പുറത്താ
അളയാ ഉം. അളയെന്ന് ഇവിടെ നിൽക്കണേ? ചുമ്മാ എന്താടാ? അല്ല ബാക്കി എല്ലാരും പുറത്താണ്, അങ്ങോട്ട് പോയത്. അവരവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവരവിടെ സമാധാനത്തിൽ ഇരിക്കട്ടെ. ഇനി ഞാൻ അവിടെ ചെന്ന് എന്തിന്റെങ്കിലൊക്കെ പേര് ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ വിഷയമായി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എന്തിനാടാ എന്റെ വായിന്ന് എന്തെങ്കിലും വന്നിട്ട്? വേണ്ട, ഇവിടെ നിൽക്കാം. അങ്ങനെങ്കി അങ്ങനെ. സത്യം പറഞ്ഞാലേ അളിയ മംഗലാപുരം പോയപ്പോ എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഈ കണ്ട പ്രശ്നം ഒന്നും ഉണ്ടാവൂലായിരുന്നു. എന്നിട്ട് വേണം ഇനി അതിന്റെ പേരിൽ വേറൊരു പ്രശ്നം കൂടെ എന്റെ തലയിൽ വരാൻ. എന്തിനാ? പോയിട്ടല്ലേ? പോയിട്ടാണ്. അളിയാ, അളിയനെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് സദ്യയൊന്നും കിട്ടാനില്ലല്ലോ. വഴക്കുറയല്ലേ? കല്ലൂസേ, നീ അച്ഛന്റെ കൂടെ നിന്നിട്ട് അച്ഛനെ തന്നെ കുറെ വട്ടമായിട്ട് ഒറ്റുന്നുണ്ട് കേട്ടോ. അച്ഛൻ എത്ര ഐസ്ക്രീം മേടിച്ചു തന്നാടാ നിനക്ക്? അതിന്റെ നന്ദിയെങ്കിലും ഒന്ന് കാണിക്കേ. കൊച്ചന്നെ എവിടെ അത്? അളിയോ ലച്ചേച്ചി എന്ത് പറഞ്ഞു? ഓ, അവളുടെ കാര്യം ഒന്നും പറയാതിരിക്കണ്ട. അവളുടെ മുഖം ഇങ്ങനെ കൊട്ട പോലെ ഇരിക്കുക. എന്ത് ചെയ്തെന്നാ അളിയാ? നീ ഇത് കേക്കണം. എത്ര പ്രാവശ്യം മംഗലാപുരത്ത് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചാന്നറിയാവോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവള് കരച്ചിൽ തുടങ്ങും. ഇവളുടെ കരച്ചിൽ കാണുമ്പോ എന്റെ പെങ്ങളും പറയും 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോവാം. അങ്ങനെ 1.5 മാസം പോയത്. നിന്നെ ഞാൻ ഒരിടത്ത് കൊണ്ടുപോകത്തില്ല കള്ളി. ഞങ്ങളോടുള്ള ദേഷ്യം എന്റെ കൊച്ചിനോടങ്ങനെ തീർത്താണ്ടല്ലോ. വെച്ചടിച്ചു ഞാൻ. കൊച്ചിന് നേരെ പല്ലിറങ്ങുന്നോ നീ? അളിയന് 2-3 ദിവസമായിട്ട് പല്ലുവേദന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഫോൺ വിളിച്ച് പറഞ്ഞു തന്നെ. ഇവിടെ വന്നപ്പോ നമ്മള് ഡോക്ടറെ കാണാൻ പോയി. ഇവന്റെ പല്ലുവേദന ഞാൻ മാറ്റി കൊടുക്കട്ടെ? എന്തുവാ ചേട്ടാ ഇത്? നീയല്ലേ പറഞ്ഞത് അവനെ തല്ലണമെന്ന്? അപ്പ പറഞ്ഞതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുകയാണോ? അത് അവിടെ കളഞ്ഞിട്ട് വേണ്ടേ വരാൻ? സീത, നിന്റെ സ്വഭാവം അറിയാം. നീയല്ലേ എപ്പോഴും പറയാറ് ഞാനിവനെ വഴക്ക് പറയുന്നില്ലോ, ഉപദേശിക്കുന്നില്ലോ, ഒന്നും ചെയ്യുന്നില്ലെന്ന്. നിന്റെ വാക്ക് കേട്ടിട്ടില്ലടി ഞാനിപ്പോ ഇത്രയും ഷോ ഇവിടെ കാണിച്ചത്. ഷോ അല്ല മോളെ, മുഴുവൻ ഷോ എന്ന് പറയാൻ പറ്റില്ല. കുറച്ചൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു. ദേഷ്യമല്ല, വിഷമം. അവനെ വഴക്ക് പറഞ്ഞതിലുള്ള എന്റെ വിഷമം. ഇനിയിപ്പതേ നീയായി നിന്റെ പാടായി. എന്റെ റോള് തീർന്നു, ഞാൻ പോവുകയാണ്. സിദ്ധു, മോത്ത് നോക്കടാ. എന്താ? ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാത്തോണ്ടല്ലേ അച്ഛനും അമ്മയും ഇങ്ങനെ ഓരോന്ന് നിന്നോട് പറയുന്നത് അല്ലേ? ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാ. ഇനി നീ മേല ഞങ്ങളോട് പറയാതെ ഈ കുടുംബത്തിന്റെ വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്റെ മുട്ടുകാല് തല്ലി പിടിക്കും കേട്ടോ. കേട്ടോടാ? ഇനിയിപ്പോ നല്ല കുട്ടിയായിട്ടിരിക്കും അല്ലേ മോനെ? പറയണ്ടേ അമ്മയുടെ കാര്യം. അളിയാ വയറുറച്ച് കിട്ടിയാ? ഇല്ലടാ, നമ്മുടെ വീട് പണിയുടെ ഒരു കാര്യം. മനസ്സിലായി വീട് പണി. കുട്ടി കുരിപ്പേ, നിനക്ക് 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 ഇവര് സോൾവ് ആയി, പക്ഷെ ലച്ചേച്ചിയുടെ പ്രശ്നം സോൾവ് ആയിട്ടില്ല. കല്ലൂസേ, നിന്റെ അമ്മ ഭയങ്കര കലിപ്പിലാണല്ലോ. നമ്മൾ എന്ത് ചെയ്യും? എന്നാലും ഇത്ര ചാടാ പറ്റത്തില്ലല്ലോ. லட்சு, இங்கத்த வேலை எல்லாம் முடிஞ்சாச்சுல்ல, நீ போய் கொஞ்ச நேரம் சித்து கிட்ட போய் பேச. ആന്റിക്ക് എന്തെങ്കിലും വിശേഷം അറിയാനുണ്ടെങ്കിൽ ആന്റി പോയിട്ട്. ലച്ചു, നിനക്ക് അവനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അവിടെ ചെന്ന് പറ. അല്ല ചുമ്മാ ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. ഞാനിവിടെ മിണ്ടാതെ ബിസ്ക്കറ്റ് നിന്നോണ്ടിരിക്കല്ലായിരുന്നു. നിങ്ങളെല്ലാം ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കണേ. വാ മോനെ. എന്താ മോനെ, എന്താ വേണം? ഇല്ല, ചുമ്മാ ഒന്ന് വന്നതാ. ഉച്ചക്കത്തെ കഴിക്കാനൊക്കെ ആയോന്ന് അറിയാൻ വേണ്ടിട്ടേ. ഉച്ചയ്ക്ക് ഉനക്ക് പിടിച്ച മീൻ കുഴമ്പ് വെച്ചിരിക്കேன். ചിക്കൻ ഇല്ലേ? ஐயோடா, இன்னைக்கு சிக்கன் இல்ல, நாளைக்கு உனக்கு சமைச்சு கொடுக்கறேன். ഇവിടെ ആരുടെ താളത്തിനൊത്ത് തുള്ളണ്ട. ലച്ചു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്.
ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. ഞാൻ എന്റെ പാട്ടിന് പോവാ. என்ன இது? நான் நினைச்சேன் சித்து கல்லு வந்தப்போ எல்லாரும் ரொம்ப ஹாப்பி ஆவாங்க, எல்லாரும் ஜாலியா பேசுவாங்கன்னு. ஆனா இப்போ അച്ഛനും അച്ഛമ്മയും സോൾവായി. ഇവിടെ എല്ലാവർക്കും അവിടെ ചാടാം. ആന്റി ഒരു 10 മിനിറ്റ് മാറി നിൽക്കാമോ? மாறி நிக்கணுமா? எதுக்கு சித்து? ഒരു ചെറിയ പ്രശ്നം നടക്കും. അച്ഛൻ കളിപ്പ അല്ലേ അച്ഛാ? ആന്റി ഇപ്പൊ ആന്റിയെ വിളിക്കാം. சரி கல்லு, கூப்பிட்டா அப்பவே ஓடி வரேன். ഞങ്ങളെ നോക്കി പേടിപ്പിക്കണ്ട. കളിപ്പാണെങ്കിൽ ഞങ്ങളും കളിപ്പ അല്ലേ അച്ഛാ? കല്ലൂസേ മക്കൾ ഒരു 2 മിനിറ്റ് അടങ്ങിയിരുന്നേ. അച്ഛൻ മിണ്ടാതിരിക്കുന്ന എന്തിന്? കല്ലൂസേ നീ ഒന്ന് 2 മിനിറ്റ് മിണ്ടാണ്ടിരിക്കടാ. അച്ഛ അമ്മ മിണ്ടില്ലെങ്കിൽ വിട്ടോളൂ അച്ഛാ. അമ്മ മിണ്ടോ? അച്ഛൻ മിണ്ടത്തില്ല. അച്ഛൻ ഡിവോഴ്സ് കേൾക്കുമ്പോ നമുക്ക് പോവാ അച്ഛാ. കൊച്ച എടുത്തൊരു എറിഞ്ഞുണ്ടല്ലോ അവിടെ മംഗലാപുരത്തേ കിടക്കും. അച്ഛ കേട്ടോ അറിയുന്നു. കല്ലൂസേ 2 മിനിറ്റ് മിണ്ടാണ്ടിരിക്കുക. അച്ഛ കളിപ്പിട അച്ഛാ. കലിപ്പെങ്കിൽ കലിപ്പ്. കുറെ നേരമായി അവിടെ തുടങ്ങിയിട്ട്. എത്ര നേരം ഒന്നും വെച്ചിട്ടാ സഹിക്കണേ? പൊന്നു ലച്ചൂസേ നീ എന്താ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? എത്ര നേരമായിട്ട് നീ മിണ്ടാണ്ടിരിക്കുക? ഞങ്ങൾ 2 പാവങ്ങളല്ലേ? കുറെ കാര്യങ്ങൾക്ക് വേണ്ടി മംഗലാപുരത്ത് പോയപ്പോ കുറെ ദിവസങ്ങൾ അവിടെ നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയല്ല ലച്ചൂസേ? മിണ്ടോ ചക്കരല്ലോ നീ കുത്തല്ലോ. മിണ്ടോ പ്ലീസ് 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 പ്ലീസ്. എന്താ ലച്ചൂസേ നീ ഇങ്ങനെ? ലച്ചൂസേ പറയുന്നൊന്ന് കേക്ക്. നീ ഇല്ലാതെ എനിക്കും എന്റെ കൊച്ചിനും ഒന്ന് ചലിക്കാൻ പോലും പറ്റത്തില്ല. കാല് പിടിക്കണം പ്ലീസ്. നീ ഒന്ന് പോയ നീ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടാ ലച്ചൂസേ? പോട്ടെ, അത് കുഴപ്പമില്ല. ആദ്യം നീ എണീക്കും. ഇല്ല മിണ്ടോന്ന് പറയാൻ എണീക്കത്തില്ല. എന്നാ പിന്നെ എണീക്കണ്ട. നീ വരുന്ന ഇല്ല അന്നാട് സോറി. ഇനി ഞാൻ നിന്നെ കൂട്ടാണ്ട് എവിടെയും പോത്തില്ല. അതെ ഇന്നിങ്ങനെ പോരുത് കേട്ടോ. എനിക്ക് ഈ പുറമേ കാണിക്കുന്നത് ചാടയും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഒരു പാവാന്ന് അറിഞ്ഞൂടെ? പിന്നെ നിനക്കറിയാലോ എനിക്ക് നീയും കുഞ്ഞൊക്കെ ഉള്ളൂ. അതുകൊണ്ടാ. അതിന് താനേതാ? അച്ഛന്റെ മോളും കൂടെ വാടാ. ചാടിക്കും. അത് സാരില്ല, നമ്മുടെ അമ്മയുടെ മുമ്പിലല്ലേ. ചിരി നോക്കിയ ചിരി. എവിടെയായിരുന്നു ഇത്ര നാൾ? എവിടെയായിരുന്നു ഇത്ര നാള്?